നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. തൃശൂർ പൂരാഘോഷം ഏപ്രിൽ 26 ഞായറാഴ്ച. SC പ്രൊമോട്ടറുടെ രാജി. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. യോഗം പിരിച്ചുവിട്ടു. നഗരസഭയിലെ SC പ്രൊമോട്ടറായ ദളിത് യുവതിയെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ജോലി രാജിവെപ്പിച്ചുവെന്നാരോപിച്ചാണ് നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പുന്നൂർ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം പ്രവർത്തനരഹിതമായത് വൈദ്യുതി പ്രവഹിക്കുന്നതിലുണ്ടായ തകരാർ മൂലമെന്ന് LDF നേതൃത്വം. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ UDF ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതൃത്വം. നെല്ലിന്റെ വില ലഭിച്ചില്ല. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. പണം നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച കർഷകർ എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ നിൽപ്പുസമരം നടത്തി. പ്രസിദ്ധമായ പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ തിരുനാളിന് കൊടിയേറി. തിരുനാളിന്റെ മുന്നോടിയായി 10,000-കണക്കിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചിരിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ഇയാൽ സെന്ററിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരനായ ചാലിശ്ശേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിന് വിളംബരമായി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം തട്ടകമുണർത്തി. തുടർന്ന് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ചു. ശേഷം പാരമ്പര്യ അവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമിപൂജ നടത്തി. പിന്നീട് പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ ആല് മാവ് ഇലകളാൽ അണിയിച്ചൊരുക്കിയ കമുങ്ങിൻ കൊടിമരത്തിൽ കെട്ടി തട്ടകക്കാരും ക്ഷേത്ര ഭാരവാഹികളും പൂരപ്രേമികളും ചേർന്ന് ആർപ്പുവിളികളോടെ അത്യാഘോഷപൂർവ്വമാണ് കൊടിയേറ്റം നടത്തിയത്. ഇതോടെ ക്ഷേത്രത്തിൽ ആചാരവെടിയും മുഴങ്ങി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂരം വരവറിയിച്ച് നായ്ക്കനാലിലും നടുവിലാലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണ കൊടികൾ ഉയർന്നു. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കും വലിയ പാണിക്കും ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷിയാക്കിയാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടന്നത്. ആൽ മാവ് ഇലകളും ദർഭപുല്ലും ഉപയോഗിച്ച് അലങ്കരിച്ച കൗങ്ങിൻ കൊടിമരത്തിൽ പൂജിച്ച സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് ദേശക്കാർ കൊടിമരം ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തി. ശേഷം 5 ആനകളുടെ അകമ്പടിയോടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിലേക്ക് ആറാട്ട് എഴുന്നള്ളത്ത് നടന്നു. കൊമ്പൻ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ഡിവിഷൻ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. SC പ്രൊമോട്ടറുടെ രാജി. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. യോഗം പിരിച്ചുവിട്ടു. നഗരസഭയിലെ SC പ്രൊമോട്ടറായ ദളിത് യുവതിയെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ജോലി രാജിവെപ്പിച്ചുവെന്നാരോപിച്ചാണ് നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ഭരണപക്ഷം ഇത് പ്രതിരോധിച്ചതോടെ ഇരുകൂട്ടരും തമ്മിൽ വലിയ രീതിയിൽ വാഗ്വാദമുണ്ടായി. പ്രതിഷേധം കനത്തതോടെ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിടുകയായിരുന്നു. യുവതിയെ ഭീഷണിപ്പെടുത്തിയ CPIM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുക, രാജിവെക്കേണ്ടി വന്ന ദളിത് യുവതിയെ അടിയന്തരമായി ജോലിയിൽ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിപക്ഷത്തെ കോൺഗ്രസ് BJP അംഗങ്ങൾ ഉന്നയിച്ചത്. നഗരസഭാധ്യക്ഷ പീഠത്തിന് മുന്നിലെത്തിയ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം കടുപ്പിച്ചു. ഇതോടെ സഭാ നടപടികൾ തടസ്സപ്പെടുകയും നഗരസഭാ കൗൺസിൽ ബഹളത്തിൽ മുങ്ങുകയുമായിരുന്നു. ഇതിനിടെ RMP അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. യോഗത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി.
SC പ്രൊമോട്ടറുടെ രാജി CPM-ന്റേത് കാടത്തമെന്ന് BJP. കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതിനു ശേഷം BJP കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM-ന്റെ രാഷ്ട്രീയ ധിക്കാരമാണ് കുന്നംകുളത്ത് പ്രകടമാകുന്നതെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീജിത്ത് ആവേൻ കുറ്റപ്പെടുത്തി. ഒരു ദളിത് യുവതിയെ ഭീഷണിപ്പെടുത്തി ജോലിയിൽ നിന്നും പുറത്താക്കിയ CPM ലോക്കൽ സെക്രട്ടറിയുടെ നടപടി കാടത്തമാണെന്നും കുറ്റക്കാരനായ നേതാവിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും ശ്രീജിത്ത് ആവേൻ പറഞ്ഞു. BJP കൗൺസിലർമാരായ ഗീത ശശി, രേഷ്മ സുനിൽ, ഷജീഷ് കില്ലപ്പൻ, അനൂപ് ചീരംകുളം, അധിൻ മുത്താട്ട് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ലോക്കൽ സെക്രട്ടറി രാജിവെപ്പിച്ചിരിക്കുകയാണ്. ക്യാൻസർ ബാധിതയായ ആ ദളിത് യുവതി തന്റെ കാലിലുണ്ടാകുന്ന നീര് വന്ന് പൊട്ടിയൊലിപ്പിച്ചിരിക്കുന്ന ആ ഭാഗത്തെ ചീഞ്ഞ മുട്ട എന്നാണ് ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി വിശേഷിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. CPM-ന്റെ കാടത്തമാണ് നമ്മൾ ഈ വിഷയത്തിലൂടെ കുന്നംകുളം നഗരസഭയിലെ കണ്ടിട്ടുള്ളത്. ദളിതർക്ക് നേരെ, കുന്നംകുളം നഗരസഭയിലെ SC പ്രൊമോട്ടർക്ക് നേരെ ഇത്തരത്തിലുണ്ടായ ഈ വിഷയങ്ങളിൽ കൗൺസിലിലെ ഒന്നടങ്കം പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും CPM വേട്ടക്കാരനായിട്ടുള്ള ആ ലോക്കൽ സെക്രട്ടറിക്കൊപ്പം നിന്നുകൊണ്ട് സ്വാതി എന്ന് പറയുന്ന അതിജീവിതക്കെതിരെയാണ് ഇന്ന് കുന്നംകുളം നഗരസഭയിലെ സംസാരിക്കുകയുണ്ടായിട്ടുള്ളത്. പുന്നൂർ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം പ്രവർത്തനരഹിതമായത് വൈദ്യുതി പ്രവഹിക്കുന്നതിലുണ്ടായ തകരാർ മൂലമെന്ന് LDF നേതൃത്വം. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ UDF ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതൃത്വം അറിയിച്ചു. 5 പതിറ്റാണ്ടായി പുന്നയൂർ പഞ്ചായത്ത് ഭരിച്ച UDF നേതൃത്വത്തിന് സാധിക്കാത്ത കാര്യങ്ങളാണ് കേവലം 5 വർഷം കൊണ്ട് LDF നടത്തിയത്. ഇതിൽ പ്രധാനമാണ് ആധുനിക വാതക ശ്മശാനം. യന്ത്ര സംവിധാനത്തിനുള്ള പ്രവർത്തനമാകുമ്പോൾ അതിന് തകരാറുകൾ സംഭവിക്കാം. ഇത് മനസ്സിലാക്കാതെ ആക്ഷേപം ഉന്നയിക്കുന്നതിന് പിന്നിൽ തീർത്തും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് എന്നും LDF നേതൃത്വം പറഞ്ഞു. 1 വർഷ ഗ്യാരണ്ടിയോടെയാണ് ശ്മശാനം പ്രവർത്തിക്കുന്നത്. 1 വർഷക്കാലയളവിനുള്ളിൽ ഏത് തരത്തിലുള്ള തകരാറുണ്ടായാലും കമ്പനി ശരിയാക്കി നൽകണം എന്നതാണ് കരാറിലെ വ്യവസ്ഥ. ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ സംഭവിച്ചാൽ കമ്പനിക്കെതിരെ നടപടികൾ സ്വീകരിക്കാം. എന്നാൽ UDF ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചുവെക്കാൻ LDF എന്തോ കൊള്ളരുതായ്മ കാണിച്ചു എന്ന നിലയിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്. നിലവിൽ അധികാരമുള്ള UDF ശ്മശാനത്തിന്റെ തുടർ പ്രവർത്തനം നടത്തുന്നില്ല. നിർമ്മാണത്തിനായി വലിച്ച താൽക്കാലിക വൈദ്യുതി ലൈൻ സ്ഥിരം ലൈനാക്കി മാറ്റാൻ 4 മാസമായിട്ടും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ക്യാമറയിലേക്ക് വൈഫൈ കണക്ഷൻ നൽകിയില്ല. കെട്ടിടത്തിന്റെ ചുമരിനു മുകളിൽ അലങ്കാരത്തിനായി സ്ഥാപിച്ചിട്ടുള്ള ഗ്രില്ലുകൾക്കിടയിലൂടെ പക്ഷികൾ കാഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതൊന്നും പരിഹരിച്ചിട്ടില്ല. നിലവിലെ ഇത് മറ്റേ റൂഫാവുമ്പോൾ അവിടെ ആ റൂഫിനോട് ചേർന്ന് ചുമര് പൊട്ടിച്ചാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വേണം? ഒരു ഗ്രില്ല് കൊടുക്കണം. ഒരു ഗ്രില്ല് കൊടുത്തപ്പോഴാണ് അതിന് വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് വലിയേക്ക് പക്ഷി വരുന്നു നമുക്ക് മനസ്സിലാവണം. സ്വാഭാവികമായിട്ട് ഉള്ളിലൊരു നെറ്റ്, ഈ കൊതുവലയൊക്കെ വരുന്നത് പോലുള്ള ഒരു നെറ്റ് അടിച്ചു കൊടുത്താൽ ആ പ്രശ്നം തീരും. ഇതൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യേണ്ട പടികളാണ്. ആ എസ്റ്റിമേറ്റിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ മുൻകൂട്ടി നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട്, പ്രതീക്ഷിക്കേണ്ടതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പക്ഷെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് കാണുന്നില്ല. പക്ഷേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാമല്ലോ. ഈ എസ്റ്റിമേറ്റിൽ പണം ബാക്കിയുണ്ട്, അത് ഉപയോഗിച്ച് ചെറിയ മാറ്റം, ഇത് റിവേഴ്സൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, വർക്ക് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അതിലിത് മാറ്റി കൊടുക്കാവുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷെ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ കാര്യം. ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ദേശം ഉണ്ടെന്നാണ് പറഞ്ഞത്. LDF ഭരണസമിതി നടപ്പാക്കിയ പദ്ധതിയായതിനാൽ അതിനെ തകർത്ത് നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി രാഷ്ട്രീയമായി വിഷയത്തെ ഉപയോഗപ്പെടുത്തുന്നത് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TB സുരേന്ദ്രൻ, CPIM പുന്നയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA വഹാബ്, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ, AK വിജയൻ, ഷമീം അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഗ്രാമക നാടകോത്സവം 2ാം ദിനത്തിൽ നാടക പ്രവർത്തകൻ വിജേഷ് അനുസ്മരണം നടത്തി. ഗ്രാമക നാടകോത്സവ സംഘാടക സമിതി ജോയിന്റ് കൺവീനർ പ്രബലൻ വേലൂർ അധ്യക്ഷനായി. പ്രശസ്ത കവി ശോഭിൻ മഴവീട്, വിജേഷ് പാട്ടോർമകൾ, വർത്തമാനങ്ങൾ, നാടകസ്മരണകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. റിസപ്ഷൻ കമ്മിറ്റി ജോയിന്റ് കൺവീനർ അനിൽ നമ്പീശൻ സ്വാഗതവും സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ ജോൽന വിജിൽ നന്ദിയും പറഞ്ഞു.
പേരാണ് നാടകം, ഈ ഭൂമിയുടെ പേരാണ് നാടകം, ഈ ഭൂമിയുടെ പേരാണ് നാടകം, ഈ പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഒരു ചെറിയ ഭൂമിയുണ്ട്, ഈ ചെറിയ ഭൂമിന്റെ ഇത്തിരിക്കോളം വട്ടത്തിൽ വേഷം കെട്ടി. നെല്ലിന്റെ വില ലഭിച്ചില്ല. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. പണം നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച കർഷകർ എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മാഞ്ഞാർ പാടശേഖരം, കടങ്ങോട് പഞ്ചായത്തിലെ കാവാലൻചിറ, പാഴിയോട്ടുമുറി, കരിയന്നൂർ എന്നീ പാടശേഖരങ്ങളിൽ നിന്നുള്ള 50-ലധികം കർഷകരാണ് എരുമപ്പെട്ടി SBI ബാങ്കിലെത്തി പ്രതിഷേധിച്ചത്. 600 കർഷകർക്ക് നെല്ലിന്റെ വില ലഭിച്ചിട്ടില്ല എന്ന് കർഷകർ പറയുന്നു. വിവിധ പാടശേഖരങ്ങളിൽ മുണ്ടകൻ നെൽകൃഷി ചെയ്ത് ലഭിച്ച നെല്ല് കർഷകർ സപ്ലൈകോയ്ക്ക് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകുവാൻ സർക്കാരുമായി കരാറുള്ള എരുമപ്പെട്ടി SBI ബാങ്ക് തയ്യാറാകുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. കർഷകർ സപ്ലൈകോയിൽ നൽകുന്ന നെല്ലിന്റെ വില PRS വഴി കർഷകർക്ക് ലോണായി നൽകുന്നതിന് SBI, കാനറ ബാങ്കുകളാണ് സർക്കാരുമായി കരാറുള്ളത്. ഈ മേഖലയിലെ ഭൂരിഭാഗം കർഷകരും SBI എരുമപ്പെട്ടി ശാഖയുടെ പേര് നൽകിയാണ് സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയത്. ഇത്തരത്തിൽ 600 കർഷകർക്ക് എരുമപ്പെട്ടി ശാഖ വഴി പണം ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 21 വരെ ഏകദേശം 165 കർഷകർക്ക് ബാങ്ക് ലോണായി പണം നൽകിയെന്നും അതിനുശേഷം മുന്നറിയിപ്പില്ലാതെ ബാങ്ക് കർഷകർക്ക് പണം നൽകുന്നത് നിർത്തിവെക്കുകയായിരുന്നുവെന്നും ഭൂരിഭാഗം പേർക്കും പണം ലഭിച്ചില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു. 2 മാസത്തിലധികമായി ഞങ്ങൾ PRS അവിടെ സബ്മിറ്റ് ചെയ്തത്. ഇതുവരെയും ആ നെല്ലിൻ്റെ വില ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നെല്ലിൻ്റെ വില ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കർഷകരിങ്ങനെ സ്ഥിരമായി ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ആ വില കിട്ടാതെ വന്ന് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. മാനേജറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ മാനേജർ പറയുന്നത് ഈ ലോൺ ഇഷ്യൂ ചെയ്യുന്നതിന് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്ലോക്ക് വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം തരുന്ന മറുപടി. പക്ഷെ അതിന് പരിഹാരം എന്തെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. സാധാരണഗതിയിൽ PRS കൊടുക്കുമ്പോൾ ബാങ്ക് ലോണായി കർഷകർക്ക് പൈസ തരികയാണ് ചെയ്യുക, നെല്ലിൻ്റെ വില കിട്ടുകയാണ് ചെയ്യുക. 600ഓളം കർഷകർക്ക് കൊടുക്കാനുള്ളതിൽ 168ഓളം പേർക്ക് മാത്രമാണ് ഇപ്രാവശ്യം നെല്ലിൻ്റെ വില നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ന് കൊടുക്കുമെന്ന് പറയാൻ പോലും ഈ ബാങ്ക് മാനേജർക്ക് കഴിയുന്നില്ല. ഇത്തരത്തിൽ 10,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ നെല്ലിന്റെ വില ലഭിക്കാനുള്ളവരുണ്ട്. പണം ലഭിക്കാൻ കർഷകർ ബാങ്കിൽ കയറിയിറങ്ങി മടുത്തതോടെയാണ് പ്രതിഷേധവുമായി എത്തിയത്. SBIയുടെ സമീപ പ്രദേശങ്ങളിലെ ബാങ്കുകളിൽ നിന്നും നെല്ല് വില കർഷകർക്ക് നൽകുന്നുണ്ടെന്നാണ് അറിയുന്നതെന്നും കർഷകർ പറയുന്നു. ഫെബ്രുവരി 21 ശേഷം കർഷകർക്ക് നെല്ലിന്റെ വില നൽകുന്നത് ബാങ്ക് ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം വഴി നിർത്തിവച്ചിരിക്കുകയാണെന്നും വില നൽകാൻ പുതിയ നിർദ്ദേശം വരുന്ന മുറയ്ക്ക് വില നൽകുന്നത് പുനരാരംഭിക്കുമെന്നാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. പാടശേഖര സമിതി ഭാരവാഹികളായ CK സുരേന്ദ്രൻ, AA അബ്ദുൾ മജീദ്, AM നൂർജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ കക്കാട് ഗോവിന്ദൻകുട്ടി, CP തോമസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ എയ്യാൽ സെന്ററിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരനായ ചാലിശ്ശേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലെ എയ്യാൽ ചെമ്മന്തിട്ട് ഇറക്കത്തിൽ 3 കാറുകളും ഒരു ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിയായ വരുണിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന മറ്റൊരു കാറിൽ ഇടിച്ചതോടെയാണ് അപകട പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട രണ്ടാമത്തെ കാർ സമീപത്തെ മതിലിൽ ഇടിച്ചു. ഇതിനിടെ അപകടമുണ്ടാക്കിയ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന മൂന്നാമതൊരു കാറിലും കൂടി ശക്തമായി ഇടിക്കുകയായിരുന്നു. ഈ സമയത്താണ് കാറുകൾക്ക് പുറകിലായി വരുൺ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ട കാറിന്റെ പിൻഭാഗത്തിടിച്ചത്. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡരികിലെ കാനയിലേക്ക് മറിയുകയും വരുൺ റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. റോഡിൽ വീണ് പരിക്കേറ്റ വരുണിനെ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഉൾപ്പെട്ട കാറുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മറ്റ് 2 കാറുകൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു.
പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുന്നോടിപ്പറമ്പിൽ 48 വയസ്സുള്ള രാജനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ വീട്ടുപറമ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ രാജനെ ഉടൻ തന്നെ നാട്ടുകാർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അനീഷ ഭാര്യയും അഭയ്രാജ്, അനുരാജ്, ആദിരാജ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ഐനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗീവർഗീസ് മാർ പിലക്സിനോസ് മെത്രാപ്പൊലീത്ത കൊടിയേറ്റ് നിർവഹിച്ചു. ശുശ്രൂഷകൾക്ക് ഫാദർ ജോർജ് ചാക്കോ, സെക്രട്ടറി വി കെ ജോൺ, കൈക്കാരൻ എം വി ഷാജി തുടങ്ങിയവർ അടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം വഹിക്കും. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. പ്രസിദ്ധമായ പാവർട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ തിരുനാളിന് കൊടിയേറി. പുലർച്ചെ 5:30 വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കുരിശുപള്ളിയിൽ നടന്ന ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പുലർച്ചെ കുരിശുപള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, ഡീക്കൻ ജോബി എന്നിവർ സഹകാർമ്മികരായി. നൂറുകണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ യൗസേപ്പിതാവിന്റെ സ്തുതിഗീതങ്ങളുടെ അകമ്പടിയോടെയാണ് കൊടിമരത്തിന്റെ തിരുനാൾ പതാക ഉയർന്നത്. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള പാവർട്ടി തിരുനാൾ ജാതിമത ഭേദമന്യേ നാനാതുറകളിലുള്ള ജനങ്ങൾ ഒത്തുചേരുന്ന സ്നേഹസംഗമം കൂടിയാണ്. കൊടിയേറ്റത്തോടെ പാവർട്ടിയും പരിസര പ്രദേശങ്ങളും ഇനി തിരുനാളിന്റെ തിരക്കുകളിലേക്ക് പ്രവേശിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ ആത്മീയ ശുശ്രൂഷകളും പ്രദക്ഷിണങ്ങളും തീർത്ഥകേന്ദ്രത്തിൽ നടക്കും. പെരുന്നാളിനോടനുബന്ധിച്ച തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് പള്ളി കമ്മിറ്റിയും പ്രാദേശിക ഭരണകൂടവും ഒരുക്കിയിട്ടുള്ളത്. കൈക്കാരന്മാരായ ജോസഫ് ലിയോ, ജെയ്സൺ വടക്കൂട്ട്, കെ എ ജോസൺ, കെ ജെ ബാബു എന്നിവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. ഏപ്രിൽ 24, 25, 26, 27 തീയതികളിലായാണ് പാവർട്ടി തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. പാവർട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുനാളിന്റെ മുന്നോടിയായി 10,000-കണക്കിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചിരിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അടുപ്പുകളുടെ വെഞ്ചിരിപ്പും അടുപ്പ് തെളിയിക്കലും നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടുക്കൂട്ട്, ജോസൺ കെ എ, ജോസഫ് ലിയോ ഓട്ടി, ബാബു കെ ജെ, കറിവെപ്പ് കമ്മിറ്റി കൺവീനർ തറയിൽ ലാസർ ജെയിംസ്, അംഗങ്ങളായ കുറ്റിക്കാട്ട് അന്തോണി സേവ്യർ, എ വി ജോളി, എൻ എൽ സാബു, ഷാജു പുത്തൂർ, വി എൽ താഞ്ചപ്പൻ, സി വി ആന്റോ, സി ജെ റാഫി എന്നിവർ സന്നിഹിതരായിരുന്നു. ജൂബിലി വർഷമായതിനാൽ ഇത്തവണ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ യൗസേപ്പിതാവിന്റെ മധ്യസ്ഥത തേടി ജാതി മത ഭേദമന്യേ 10,000-കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും പാവർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 150-ാം വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ ജൂബിലി തിരുനാൾ ഭക്തിസാന്ദ്രമായ ശുശ്രൂഷകളാലും വർണ്ണാഭമായ ചടങ്ങുകളാലും ശ്രദ്ധേയമാകും. നേർച്ചയൂട്ടും മറ്റ് ചടങ്ങുകളും നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അറിയിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിനോടനുബന്ധിച്ച് നടത്തിയ തിരുനാൾ പ്രദക്ഷിണം ഭക്തി നിർഭരം. ഞായറാഴ്ച രാവിലെ 6:30 നടത്തിയ ദിവ്യബലിക്ക് ഫാദർ റിജോ വിധേയത്തിൽ മുഖ്യ കാർമ്മികനായി. 10 മണിക്ക് നടത്തിയ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സിൻഡോ തൊറയൻ, ഫിജോ ആലപ്പാട്ട്, ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്നാണ് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നത്. വടക്കേക്കാട് പുതുതായി നിർമ്മിക്കുന്ന കപ്പേളയിലെത്തി തിരിച്ച് പള്ളിയിൽ സമാപിച്ചു. രാത്രി 7 മണിക്ക് ഗ്രാൻഡ് വോയ്സ് തകതിമി അവതരിപ്പിച്ച ഫ്യൂഷൻ മ്യൂസിക് നൈറ്റ് ഉണ്ടായി. വികാരി ഫാദർ റിജോ വിധേയത്തിൽ, ഡീക്കൻ പ്രിൻസ് കിളിയംപ്രായിൽ, ട്രസ്റ്റിമാരായ ജേക്കബ് ചൊവ്വലൂർ, ബോസ് ചൊവ്വലൂർ, ജോഷി മുട്ടത്ത്, ജനറൽ കൺവീനർ പി ജെ റാഫേൽ, പബ്ലിസിറ്റി കൺവീനർ വർഗീസ് കൊമ്പൻ, ഇടവക സെക്രട്ടറി കെ ജെ ജിജോ, കേന്ദ്ര സമിതി കൺവീനർ പി ഇ ആന്റോ, പ്രോഗ്രാം കൺവീനർ എം ജെ ജോഷി, ജോയിന്റ് കൺവീനർ പി ടി ആന്റണി, വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
വേലൂർ അർണോസ് കലാകേന്ദ്രയുടെയും വിശ്വാസ പരിശീലകരുടെയും നേതൃത്വത്തിൽ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന കലാ സാഹിത്യ ശില്പശാല നടത്തി. വേലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ അർണോസ് കലാകേന്ദ്ര വൈസ് പ്രസിഡന്റ് പി യേശുദാസ് അധ്യക്ഷത വഹിച്ചു. പാടും പാതിരി ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യപ്രഭാഷണവും സംഗീത കളരിയും നടത്തി. നൃത്ത കളരിക്ക് അനുശ്രീ കെ എ, അഭിനയ കളരിക്ക് ജയൻ അവണൂർ, ചിത്ര കളരി കാർത്തികേയൻ വേലൂർ, ഫാദർ ജോൺ പേരാമംഗലം എന്നിവർ നേതൃത്വം നൽകി. കലാകേന്ദ്ര സെക്രട്ടറി ലീന ആന്റണി, ബിജു മേക്കാട്ടുകുളം, ഡെന്നി സേവിയർ, ജിജി പനക്കൽ, ഡെന്നി നീലങ്കാവിൽ, OJ സിജോ, ജോജു പനക്കൽ, ജോസഫ് കുണ്ടുകുളം, ജോക്കി അറങ്ങാശ്ശേരി, TV ജിൻഡോ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് സ്വദേശി ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ഫാത്തിമ ഗ്രൂപ്പിലെ EP മൂസ ഹാജിയുടെ സഹോദരപുത്രനും തിരുവത്ര EP അബ്ദുള്ള ഹാജി അനായയുടെ മകനുമായ 32 വയസ്സുള്ള അനസ് ആണ് മരിച്ചത്. ഖബറടക്കം അബുദാബി ബനിയാസ് ഖബർസ്ഥാനിൽ നടത്തി. സുനൈന അനസ് ഭാര്യയാണ്. അനീഷ, അലാന, അഷർ എന്നിവർ സഹോദരങ്ങളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 അധ്യയന വർഷത്തിലെ SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ശ്രീധരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ മാസ്റ്ററെ പൊന്നാടണിയിച്ച് ആദരിച്ച് മൊമെന്റോയും നൽകി. ജോൺസൺ മാസ്റ്റർ, വത്സല തുടങ്ങിയവർ സംസാരിച്ചു. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും നടത്തി. ആർത്താറ്റ് സെന്റ് മേരീസ് ITCയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. 2004-2006 വർഷത്തെ ഇലക്ട്രീഷ്യൻ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ആർത്താറ്റ് ITCയിൽ ഒത്തുകൂടിയത്. ബാച്ചിന്റെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സെന്റ് മേരീസ് ITC സെക്രട്ടറി CC ഷാജി ഉദ്ഘാടനം ചെയ്തു. ഭവീഷ് ബാലൻ അധ്യക്ഷനായി. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ സുപ്രിയ ഉണ്ണികൃഷ്ണൻ, ടിൻഡു ജോണി എന്നിവരെ ആദരിച്ചു. അകാലത്തിൽ മരണത്തിന് കീഴടങ്ങിയ സഹപാഠി രാജേഷ് ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ അനുസ്മരിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി കൈസ്ഥാനി CI റെജി, പൂർവ്വ വിദ്യാർത്ഥി കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ അരുൺ C തമ്പി, KS രഞ്ജിത്ത്, സാജൻ ആന്റണി, ശ്രീജിത്ത്, സുബീഷ് എന്നിവർ സംസാരിച്ചു. 2004-2006 ബാച്ചിന്റെ ആദ്യ കൂടിച്ചേരലായിരുന്നു നടന്നത്. പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവിരുന്നോടെ സംഗമം സമാപിച്ചു. പത്ത് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടി നടത്തിയ ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം തിങ്കളാഴ്ച നടത്തിയ ഗുരുതി തർപ്പണത്തോടുകൂടി സമാപിച്ചു. ഏപ്രിൽ 9 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ പരിപാടികളോടുകൂടി വേല മഹോത്സവം ആഘോഷിച്ചത്. ഏപ്രിൽ 9 വ്യാഴാഴ്ച രാവിലെ 8:45 പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ കൊടിയേറ്റം നിർവഹിച്ചാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദ ഊട്ടും, വൈകിട്ട് നിറമാല എന്നിവയും ഉണ്ടായിരുന്നു. ഇതേ ദിവസങ്ങളിൽ വൈകിട്ട് 7 മണിക്ക് നാട്ടിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്തങ്ങൾ, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവയോടുകൂടി സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായി. 15-ന് വിഷു ദിവസം വിഷു സദ്യയും 16-ന് രാത്രി 7 മണിക്ക് മുകേഷ് സേവാസമിതി ചമ്മന്നൂർ ഒരുക്കിയ ഗാനമേളയും ഉണ്ടായി. 19-ന് ഞായറാഴ്ച വേല ദിവസം രാവിലെ 4:45-ന് വിവിധ ദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ്, തുടർന്ന് വിശേഷാൽ പൂജകൾ, നടക്കൽ പറവിപ്പ്, 12 മണിക്ക് കുതിര എഴുന്നള്ളിപ്പ്, 3:30-ന് തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി. 19-ന് ഞായറാഴ്ച വേല ദിവസം രാവിലെ 4:45-ന് വിവിധ ദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ്, തുടർന്ന് വിശേഷാൽ പൂജകൾ, നടക്കൽ പറവിപ്പ്, 12 മണിക്ക് കുതിരെഴുന്നള്ളിപ്പ്, 3:30-ന് തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി. വൈകിട്ട് 20ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരവും തെയ്യം, കരിങ്കാളി, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി. കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷം കുതിര എഴുന്നള്ളിപ്പും ഉണ്ടായി. തുടർന്ന് തിറകയറ്റം, വേലകയറ്റം, തായമ്പക എന്നിവ അരങ്ങേറി. കുളങ്ങര മഹാദേവൻ ദേവിയുടെ തിടമ്പേറ്റി ബ്ലാങ്ങാട് ഉണ്ണികൃഷ്ണൻ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് 20ഓളം ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, കരിങ്കാളി, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി. കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷം കുതിര എഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് തിറകയറ്റം, വേലകയറ്റം, തായമ്പക എന്നിവയുടെ വേലകയറ്റവുമുണ്ടായി.
20-ന് പുലർച്ചെ 4 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പിന് ശേഷം ഗുരുതി തർപ്പണത്തോടുകൂടി നട അടച്ചു. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടി കരിമത്ര, ക്ഷേത്രം കോമരം റെനീഷ് മാഞ്ചിറക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പറക്കാട്ട്, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗം ശിവദാസൻ പരുത്തിവളപ്പിൽ തുടങ്ങി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1984-85 SSLC 10 C ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 41 വർഷത്തിനു ശേഷം അതേ ക്ലാസ്സിൽ ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹസംഗമത്തിൽ അന്നത്തെ അധ്യാപകരായിരുന്ന ജോർജ്, തബിത, നാൻസി, സരോജിനി എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും പഴഞ്ഞി സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിച്ച അധ്യാപികയുമായ മിനി അധ്യക്ഷത വഹിച്ചു. ഖാദർ, ബാബു, സലാം, ഫത്താഹുദ്ദീൻ, ചന്ദ്രിക ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. സമ്മാനങ്ങൾ നൽകി അധ്യാപകരെ ആദരിച്ചു. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് ആവശ്യമായ ഫുട്ബോളുകൾ നൽകി. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. എയ്യാൽ ശ്രീ കാർത്തിയനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ 18ാം വാതിൽ കർമ്മം നടത്തി ദേശശുദ്ധി വരുത്തി. ദേശത്തിന്റെയും ദേശനിവാസികളുടെയും ഐശ്വര്യത്തിനും ഉന്നമനത്തിനുമായി ആണ്ടോടാണ്ടു കൂടുമ്പോൾ വരുന്ന അഴലുകൾ ദേശത്തു നിന്നും ഉന്മൂലനം ചെയ്യുന്നതാണ് മധുവേല, ദണ്ടുപറി എന്നിവയിലൂടെയുള്ള 18ാം വാതിൽ കർമ്മം. വടക്കോട്ടു ദർശനമുള്ള ഭദ്രകാളിയുടെ അപൂർവം ക്ഷേത്രത്തിലൊന്നായ വടക്കേ ക്ഷേത്ര നടയിലാണ് ദേശത്തെ ചോപ്പന്മാരും തങ്ങാന്മാരും ചേർന്ന് ഉത്സവ പിറ്റേന്ന് ചടങ്ങുകൾ നടത്തുന്നത്. പാറപ്പുറം മുല്ലത്തറയിൽ നിന്നും പറ പുറപ്പെട്ട് ദേവസന്നിധിയിൽ ആദ്യ പറ കൈക്കൊണ്ട ശേഷം ദേശപറയെടുപ്പോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് ഉത്സവ ദിവസം രാത്രി ദേശവലത്തിനും ദേശഗുരുതിക്കും ശേഷം തണ്ടാൽ കുടുംബത്തിൽ നിന്നും താലത്തോടെ മധുകുംഭം എഴുന്നള്ളിച്ചുവന്ന് വടക്കേ നടക്കൽ ദണ്ടു നാട്ടും. ഉത്സവ പിറ്റേന്ന് നന്ദുണിപ്പാട്ടോടെ 18ാം കർമ്മവും തേരേറ്റം കഴിഞ്ഞ് ഭദ്രകാളിയുടെ പ്രതിരൂപമായ കോമരത്തിന്റെ അനുഗ്രഹത്തോടെയും തണ്ടാന്മാരുടെ അനുമതിയോടെയും അഴൽ ആവാഹിച്ച ദണ്ട് ആഴിയൊഴിഞ്ഞ് ചോപ്പന്മാർ പറിച്ചെടുത്ത് തിരിഞ്ഞു നോക്കാതെ ദേശത്തിനു പുറത്തുള്ള പ്ലാശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ സമാപിക്കുന്നത്. മധുവേലയ്ക്ക് ദേശത്തെ തണ്ടാൻ പ്രതിനിധി കിഴക്കൂട്ട് സുരേഷ്, ദണ്ടുപറിക്ക് ചോപ്പന്മാരായ സുധാകരൻ, ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ 49ാമത് ജനകീയ ഫുട്ബോൾ മേളയിൽ ടീം ഓഫ് പഞ്ചവടിക്ക് കിരീടം. താജ് ഗ്രൂപ്പ് പന്നിത്തടത്തെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ടൂർണമെന്റിൽ പഞ്ചവടി വിജയിച്ചത്. 19 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ LFC ഇട്ടോണം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ലോമോസ് ചങ്ങരംകുളത്തെ തോൽപ്പിച്ച് കിരീടം നേടി. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ഒരാഴ്ചയായി ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു വന്നിരുന്നത്. സമാപന സമ്മേളനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MM വിൽസൺ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി അംഗങ്ങളായ MS മണികണ്ഠൻ, സാബു ഐനൂർ, ബിനീഷ് കീഴൂർ, CS എഡിസൺ, PI സാലിഹ്, CS ജോൺസൺ, വിനു വിൽസൺ, ബാബു പള്ളിക്കര, PU ജേക്കബ്, ബിനു പുലാക്കൽ, വിഷ്ണു ഭാരതിയൻ എന്നിവർ സംസാരിച്ചു. ചെറുവത്താണി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കുറുവല്ലൂർ ഹരിനമ്പൂതിരി യജ്ഞാചാര്യനും കാളക്കാട്ട് സാവിത്രി അന്തർജനം സഹ ആചാര്യയുമായി. യജ്ഞവേദി പൂജകൾക്ക് ശ്രീരാം സ്വാമി കാർമ്മികനാകും. രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ ഭാഗവത പാരായണം, പ്രഭാഷണം, തത്വവിചാരം എന്നിവയുണ്ടാകും. യജ്ഞവേദിയിൽ വെള്ളിയാഴ്ച വിദ്യാഗോപാല മന്ത്രാർച്ചന, ശനിയാഴ്ച സർവൈശ്വര്യ പൂജ എന്നിവയും ഉണ്ടാകും. ഞായറാഴ്ച പ്രസാദ ഊട്ടോടെ സപ്താഹം സമാപിക്കും. മന്നലാംകുന്ന് എടയൂർ സമീക്ഷ കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ CBSE 10ാം തരം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദിയ ഫാത്തിമ മുജീബിനെ ആദരിച്ചു. 98.4% മാർക്ക് വാങ്ങി നാടിന് അഭിമാനമായ ദിയ ഫാത്തിമയെ വീട്ടിൽ എത്തിയാണ് സമീക്ഷാ പ്രവർത്തകർ ആദരിച്ചത്. രക്ഷാധികാരി TK ഉസ്മാൻ മൊമന്റോ സമ്മാനിച്ചു. സമിതി പ്രസിഡന്റ് ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. സമീക്ഷ GCC അംഗം ഷാഫി കടവിൽ, സമിതി മെമ്പർമാരായ ബിലാൽ, റിൻഷാദ്, അസ്ലം, മെഹ്ഫാസ്, റിഷാൻ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ സമീക്ഷ GCC മെമ്പർ മുജീബിന്റെയും രേഷ്മയുടെയും മകളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,235 രൂപ.
പവന് 1,13,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് Malaya Gold and Diamonds, Malaya Junction, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം കാട്ടക്കമ്പൽ കുന്നത്ത് കടവ് അതിയാരത്ത് പരേതനായ അയ്യന്റെ മകൻ സദാനന്ദൻ നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടത്തി. റീജയാണ് ഭാര്യ. പരേതനായ മിഥുൻ, അഷിത എന്നിവർ മക്കളാണ്. പോർക്കുളം കാരുകുളം കൂർക്കപ്പറമ്പിൽ പരേതനായ മാധവൻ ഭാര്യ ജാനു നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വസന്തകുമാരി, ഹരിദാൻ, അശോകൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം നെഹ്റു നഗർ പുലിക്കോട്ടിൽ പരേതനായ തോമസ് മകൻ റിട്ടയർഡ് കനറ ബാങ്ക് ജീവനക്കാരൻ രാജു നിര്യാതനായി 65 വയസ്സായിരുന്നു. സുധയാണ് ഭാര്യ. ജീനു, ഷാനു എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഞമനേങ്ങാട് മേനോത്ത് കുഞ്ഞിമോൻ ഭാര്യ യശോദ നിര്യാതയായി 75 വയസ്സായിരുന്നു. സജീവൻ, സിന്ധു, സന്ധ്യ എന്നിവർ മക്കളാണ്. സംസ്കാരം പരൂർ നിദ്രാലയത്തിൽ നടത്തി. പാറന്നൂർ മഞ്ചേരി ശേഖരൻ മകൻ ശിവൻ നിര്യാതനായി 59 വയസ്സായിരുന്നു. ജയ ഭാര്യയും ഐശ്വര്യ, അനശ്വര എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. തൃശൂർ പൂരാഘോഷം ഏപ്രിൽ 26 ഞായറാഴ്ച. SC പ്രൊമോട്ടറുടെ രാജി. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. യോഗം പിരിച്ചുവിട്ടു. നഗരസഭയിലെ SC പ്രൊമോട്ടറായ ദളിത് യുവതിയെ CPIM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ജോലി രാജിവെപ്പിച്ചു എന്നാരോപിച്ചാണ് നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പുന്നൂർ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം പ്രവർത്തനരഹിതമായത് വൈദ്യുതി പ്രവഹിക്കുന്നതിലുണ്ടായ തകരാർ മൂലമെന്ന് LDF നേതൃത്വം. സാങ്കേതിക കാരണങ്ങൾ മനസ്സിലാക്കാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ UDF ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതൃത്വം. നെല്ലിന്റെ വില ലഭിച്ചില്ല. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. പണം നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച കർഷകർ എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ നിൽപ്പു സമരം നടത്തി. പ്രസിദ്ധമായ പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ തിരുനാളിന് കൊടിയേറി. തിരുനാളിന്റെ മുന്നോടിയായി 10,000-കണക്കിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചിരിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ഇയാൽ സെന്ററിന് സമീപം 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരനായ ചാലിശ്ശേരി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.